ഹലോ, നമുക്ക് സുന്ദരി കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ? അതും 2 നിറത്തിൽ. അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ബീട്രൂട്ട്, ശംഖുപുഷ്പം, ശർക്കര, തേങ്ങ. ഇനി നീല നിറത്തിനായിട്ട് നമുക്ക് ശംഖുപുഷ്പം വെള്ളം തിളപ്പിക്കാം. ശംഖുപുഷ്പം വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നീല കളർ ഇളകാൻ തുടങ്ങും. ഇനി നമുക്ക് ബീട്രൂട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കാം. അതിനായി ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ ബീട്രൂട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കാം. തിളച്ച് കഴിയുമ്പോഴേക്കും ബീട്രൂട്ടിൻ്റെ നിറം വെള്ളത്തിലിറങ്ങാൻ തുടങ്ങും. കണ്ടില്ലേ? ഇനി നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം. ശർക്കര ഒരു പാനിലേക്ക് മാറ്റി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളപ്പിക്കുക. കുറച്ച് നേരം തിളച്ച് ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. അതൊന്ന് ഡ്രൈ ആയിട്ട് വരുന്നതിൻ്റെ ഇടയ്ക്ക് ഏലക്ക പൊടിച്ചതും ഉണക്കമുന്തിരി, കശുവണ്ടി എന്നിവ ഇട്ട് കൊടുത്ത് യോജിപ്പിക്കാം. ഏറ്റവും അവസാനം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് അരിമാവ് എടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ നീല വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതായത് ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം. ഇനി നന്നായി യോജിപ്പിച്ച് നല്ല രീതിയിൽ കുഴച്ച് ഈ കാണുന്ന പരുവത്തിലാക്കുക. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് അരിപ്പൊടി ഇടുക. ആവശ്യത്തിന് ഉപ്പ്, നേരത്തെ തയ്യാറാക്കിയ ബീട്രൂട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായി യോജിപ്പിച്ച് കുഴച്ച് ഈ പരുവമാക്കുക. ഇനി കുഴച്ച് വെച്ച മാവിലേക്ക് നമുക്ക് തേങ്ങ വിളയിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ചെറിയ ഉരുളകളാക്കിയ മാവ് എടുക്കുക. ഈ കാണുന്ന പരുവത്തിലാക്കി അതിലേക്ക് നമുക്ക് തേങ്ങ വിളയിച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് തേങ്ങ വിളയിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മാവ് നല്ല രീതിയിൽ മൂടി ഇരു കൈ കൊണ്ട് നമുക്ക് ഉരുളകളാക്കി മാറ്റാം. കണ്ടില്ലേ? മാവ് നമ്മുടെ തേങ്ങ വിളയിച്ചതിനെ മൂടി നല്ല ഉരുളയാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ബീട്രൂട്ടിൻ്റെ മാവ് എടുക്കാം. അതും ഓരോ ഉരുളകളാക്കി ഈ കാണുന്ന ആകൃതിയിലാക്കി അതിലേക്ക് തേങ്ങ വിളയിച്ചത് നിറച്ച് ഇരു കൈ കൊണ്ട് മൂടി ഉരുളകളാക്കി മാറ്റാം. ഇനി എല്ലാ ഉരുളയിലേക്കും തേങ്ങ വിളയിച്ചത് ചേർത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിലെല്ലാം തേങ്ങ നിറച്ചതാണ്. ഇനി നമുക്ക് ഇഡലിത്തട്ടിൽ വാഴയിലയിട്ട് അതിലേക്ക് ഓരോ ഉരുളകളും എടുത്തു വെച്ച് ആവി കയറ്റാം. കണ്ടില്ലേ? എന്ത് സുന്ദരിയായിട്ടുണ്ട്! നമ്മുടെ സുന്ദരി കൊഴുക്കട്ട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അതിൻ്റെ ആവിയൊക്കെ അടിച്ചതിന് ശേഷം കുറച്ചും കൂടി നിറം വന്നിട്ടുണ്ട്. കണ്ടില്ലേ? എന്ത് ഭംഗിയാണ്! നല്ല നിറമാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് അനിവാര്യമാണ്. ഇനി ഇതിലെ ഓരോ കൊഴുക്കട്ടയും ഞാൻ നിങ്ങൾക്ക് മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ? ഇത് മുറിച്ച് വെച്ച കൊഴുക്കട്ടയാണ്. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ! അതുകൊണ്ട് തന്നെ നമുക്കിതിനെ സുന്ദരി കൊഴുക്കട്ട എന്ന് വിളിക്കാം.
അപ്പം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.